എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൃഷ്ണനാട്ടത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും അത് നടത്തിയാലുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചും ആണ്. ദക്ഷിണ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇവിടെ മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ എന്ന പേരിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. വിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരം ശ്രീകൃഷ്ണൻ എന്ന രൂപത്തിലാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠ. പാതാള അഞ്ജനശില കൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഇത് ഏറെ പവിത്രമായി തന്നെ കണക്കാക്കപ്പെടുന്നു. സാധാരണ വിഗ്രഹങ്ങളെപ്പോലെ തന്നെ മഹാവിഷ്ണു 4 കൈകളിലും ശംഖ് ഗദ പത്മ ചക്രധാരിയായിട്ടാണ് ഉള്ളത്. കിഴക്കോട്ടു ദർശനം ആയിട്ടാണ് ഇവിടെ മഹാവിഷ്ണു പ്രതിഷ്ഠ ഉള്ളത്. ഗണപതി, അയ്യപ്പൻ, വനദുർഗ ഭഗവതി എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതകൾ. മഹാക്ഷേത്രമായതിനാൽ നിത്യവും 5 പൂജകളും 3 ശീവേലികളുമുണ്ട് ഇവിടെ. ഉദയാസ്തമന പൂജ, കളപ്പച്ചാർത്ത്, കൃഷ്ണനാട്ടം, പാൽപ്പായസം, അപ്പം, അട, വെണ്ണ തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ. ഇനി പറയാൻ പോകുന്നത് കൃഷ്ണനാട്ടത്തെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ തനത് കലയെന്ന് വിശ്വപ്രശസ്തി ആർജിച്ച കഥകളിയുടെ മൂലകളിയും കേരളീയമായ ആദ്യത്തെ നൃത്ത നാടകവുമാണ് കൃഷ്ണനാട്ടം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടായി കൃഷ്ണനാട്ടം നടത്തുന്നുണ്ട്. 8 ദിവസത്തെ കളിയാണ് കൃഷ്ണനാട്ടം. 8 നാഴികയെന്ന 8 തിരി, 8 കുട്ടികൾ, 8 നാഴിക നേരത്തെ കളി, 8 അരങ്ങ് പണം എന്നിങ്ങനെ 8 ചേർന്നുള്ള കണക്കാണ് കൃഷ്ണനാട്ടത്തിന് ഉള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് 8 ദിവസങ്ങളിലായി അവതരിപ്പിക്കുന്നത്. കൃഷ്ണനാട്ടത്തിൽ ഓരോ കഥകളും വഴിപാടായി നടത്തുമ്പോൾ വ്യത്യസ്ത ഫലങ്ങളാണ് ലഭിക്കുന്നത്. 8 രാത്രി കൊണ്ട് ആടിത്തീർക്കാവുന്ന രീതിയിലാണ് കൃഷ്ണനാട്ടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ക്രമപ്രകാരം അവതാരം, കാളിയമർദ്ദനം, രാസക്രീഡ, കംസവധം, സ്വയംവരം, ബാണയുദ്ധം, വിവിധവധം, സ്വർഗാരോഹണം എന്നിവയാണ്. കൃഷ്ണനാട്ടത്തിൽ അവതാരം വഴിപാടായി നടത്തുമ്പോൾ സന്താനലബ്ധിയും, കാളിയമർദ്ദനം ആണെങ്കിൽ വിഷബാധയും, രാസക്രീഡയാണെങ്കിൽ കന്യകമാരുടെ ശ്രേയസ്സിനും ദാമ്പത്യ കലഹശമനത്തിനും, കംസവധം ആണെങ്കിൽ ശത്രുനാശം, സ്വയംവരം ആണെങ്കിൽ വിവാഹം, വിദ്യാഭ്യാസം, അപവാദ ശമനം എന്നിവയ്ക്കും, ബാണയുദ്ധം ആണെങ്കിൽ ഉദ്ദിഷ്ടകാര്യസിദ്ധി, അതുപോലെ ശങ്കരനാരായണ പ്രീതി, വിവിധവധം ആണെങ്കിൽ കൃഷി വാണിജ്യ അഭിവൃദ്ധി, ദാരിദ്ര്യശമനം എന്നിവയ്ക്കും, സ്വർഗാരോഹണം കളിയാണെങ്കിൽ മോക്ഷപ്രാപ്തിയാണ് ഫലം. സ്വർഗാരോഹണം കളി നടത്തുമ്പോൾ അതിൻ്റെ കൂടെ അവതാരം കളിയും കൂടെ വഴിപാടായി നടത്തേണ്ടതാണ്. കൃഷ്ണനാട്ടം കളി ഉടലെടുക്കാൻ കാരണത്തിന് പിന്നിൽ മാനവേദ സാമൂതിരിപ്പാട് എന്ന മഹാഭക്തൻ്റെ കൈകൾ ആയിരുന്നു എങ്കിലും അതിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. കൃഷ്ണനാട്ടത്തിൻ്റെ പല ഐതിഹ്യങ്ങളും അതിൻ്റെ ദിവ്യത്വം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദ രാജാവിനാൽ രചിക്കപ്പെട്ട കൃഷ്ണഗീതി എന്ന കാവ്യത്തിൽ നിന്ന് ഉടലെടുത്ത കലാരൂപമാണ് കൃഷ്ണനാട്ടം. 12ാം നൂറ്റാണ്ടിലെ ഭക്തകവിയായിരുന്ന ജയദേവൻ്റെ ഗീതാഗോവിന്ദത്തിൻ്റെ ചുവട് പിടിച്ച് രചിക്കപ്പെട്ട കൃഷ്ണഗീതയുടെ ദൃശ്യാവൽക്കാരം 300-ൽ പരം വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നീ കാണുന്ന കൃഷ്ണനാട്ടം ആകുന്നത്. ശ്രീകൃഷ്ണസ്വാമിയുടെ മഹാഭക്തനായിരുന്ന വില്ലമംഗലം സ്വാമിയാർക്ക് തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ണനെ നേരിട്ട് കാണുവാൻ സാധിച്ചിരുന്നു. ഗുരുവായൂർ ചെന്നാൽ ക്ഷേത്രത്തിനകത്തു പോകാതെ തന്നെ കണ്ണനെ കണ്ട് തൃപ്തിയായി സ്വാമിയാർ തിരിച്ചു പോകാറും ഉണ്ടായിരുന്നു. സ്വാമിയാരെ ഓരോ വീടുകളിൽ ക്ഷണിച്ച് പൂജ നടത്താൻ ആൾക്കാർ മത്സരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. കോഴിക്കോട് സാമൂതിരിയായിരുന്ന ശ്രീ മാനവേദൻ രാജാവിന് ഊണിലും ഉറക്കത്തിലും ഒരേ ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഒരിക്കലെങ്കിലും കണ്ണനെ ഒന്ന് കാണണമെന്ന്. പല പണ്ഡിതന്മാരെയും വിളിച്ച് അദ്ദേഹം ഉപായം തേടി. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിൻ്റെ സദസ്സിലെ വിദ്വാൻമാരിൽ ഒരാൾ രാജാവിനെ മുഖം കാണിച്ച് ഉണർത്തിച്ചു. വില്ലുമംഗലം എന്നൊരു സ്വാമിയാരുണ്ട്, അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിച്ച് വരുത്തി പൂജ നടത്തിയാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമെന്ന്. കണ്ണനെ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു മഹാഭക്തനാണ് അദ്ദേഹമെന്നും വിദ്വാൻ പറഞ്ഞു.
അങ്ങനെ സ്വാമിയാരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി പൂജകൾ ഒക്കെ ചെയ്തു. പട്ടും വളയും ഒക്കെ കൊടുത്ത് ആദരിച്ച് യാത്ര ചോദിച്ച് വില്ലുമങ്കൻ സ്വാമിയാർ പുറപ്പെടാൻ തുടങ്ങുമ്പോൾ രാജാവ് ഒരു ആവശ്യം ഉന്നയിച്ചു. അങ്ങെനിക്കൊരു ഉപകാരം ചെയ്യണം. എനിക്ക് കണ്ണൻ്റെ ദർശനം വേണം. കണ്ണനെ കാണാതെ എനിക്ക് ഉറക്കമില്ല, ഊണില്ല എന്ന് സ്വാമിയാർ പറഞ്ഞു. എനിക്ക് അതിന് കണ്ണനോട് തന്നെ അനുവാദം ചോദിക്കേണ്ടതുണ്ട്. ഒരു നിമിഷം അദ്ദേഹം ധ്യാനനിരതനായി. ഉൾക്കണ്ണിൽ കണ്ണൻ ഓടിക്കളിക്കുന്നു. കണ്ണ, നീ എന്നെ ധർമ്മസങ്കടത്തിൽ ആക്കല്ലേ. രാജാവ് കണ്ണനെ കാണിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ എന്തു ചെയ്യണമെന്ന് കണ്ണനോട് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, എന്നെ കണ്ടാൽ പോരെ. ഗുരുവായൂരുള്ള എൻ്റെ വാസസ്ഥലത്ത് ഉള്ള ഇലഞ്ഞിമരച്ചോട്ടിൽ ആകട്ടെ ഞങ്ങളുടെ കൂടിക്കാഴ്ച എന്നറിയിച്ച് ഭഗവാൻ അപ്രത്യക്ഷനായി. വില്ലുമംഗല സ്വാമിയാർ രാജാവിനോട് ഈ വിവരം ധരിപ്പിച്ചു. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലെ ഇപ്പോൾ കൂത്തമ്പലമിരിക്കുന്ന ഭാഗത്തുണ്ടായിരുന്ന ഇലഞ്ഞിമരത്തിൻ്റെ ചോട്ടിൽ വച്ച് കണ്ണൻ രാജാവിന് ദർശനം കൊടുത്തു. മനോഹരമായ ഗോപീചന്ദനം തൊട്ട് ചുരുണ്ട മുടികളിൽ മയിൽപ്പീലി ചൂടി ഈ ലോകത്തെ മുഴുവൻ ഉള്ളിലേക്ക് ആവാഹിക്കാൻ ശക്തിയുള്ള കണ്ണുകളുമായി പ്രകാശമുള്ള കണ്ണുകളിൽ കരുണ നിറച്ച് ചിരിച്ചുകൊണ്ട് ഭഗവാൻ ഇലഞ്ഞിമരച്ചോട്ടിൽ പ്രത്യക്ഷനായി. ഇപ്പോൾ തന്നെ ഓടിപ്പോകും എന്ന രീതിയിൽ നിൽക്കുന്ന കണ്ണനെ കണ്ട് രാജാവിന് സ്വയം നിയന്ത്രിക്കാനായില്ല. ഓടിച്ചെന്ന് ആ കാർവർണ്ണനെ ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ തോന്നി. ഒരു നിമിഷം രാജാവ് അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോഴേക്കും ഒരു അശരീരി കേട്ടു. വില്ലുമംഗലം സ്വാമിയാർ ദർശനം തരാൻ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. ഇപ്രകാരം പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. ഭക്തനായ രാജാവിന് ഭഗവാനെ കെട്ടിപ്പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു പീലിത്തുരുമുടി കയ്യിൽ കിട്ടി. ആ പീലിത്തുരുമുടി കൊണ്ട് കൃഷ്ണകിരീടം ഉണ്ടാക്കിയെന്നും അതുപയോഗിച്ച് അഭിനയിക്കത്തക്കവണ്ണം കൃഷ്ണരീതി രചിച്ചുവെന്നും ഐതിഹ്യം ഈ കലയുടെ ഭക്തിഭാവത്തെ കാണിക്കുന്നു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുണ്ടായിരുന്ന ഇലഞ്ഞിമരത്തിൻ്റെ തന്നെ ഒരു ചില്ല ഉപയോഗിച്ച് സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച സന്താനഗോപാല വിഗ്രഹം മുന്നിൽ വെച്ച് പൂജിക്കുകയും ആ വിഗ്രഹത്തെ സംബോധന ചെയ്ത് കൃഷ്ണഗീതി എഴുതുകയും ചെയ്തു. മാനവേദ രാജാവ് കൃഷ്ണനാട്ടമെന്ന ക്ഷേത്രകലയ്ക്ക് ആധാരമായി കൃഷ്ണഗീതി എന്ന സംസ്കൃത കാവ്യം രചിച്ചതും ഗുരുവായൂരിൽ ഇത് സമർപ്പിച്ചതും ഒരു തുലാമാസം 30-ാം തീയതിയാണ്. മാനവേദൻ തമ്പുരാൻ്റെ സ്മരണാർത്ഥം തുലാമാസം 30-ന് കൃഷ്ണഗീതി ദിനമായി ഗുരുവായൂരിൽ ഇന്നും ആചരിക്കപ്പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.